അത് മറ്റത് ഷിയ താല്പര്യത്തുമേ ഊർജ്ജത്തിലോ എന്തെങ്കിലും ചെയ്തോ അത് നിങ്ങളുടെ കാര്യം, ഞങ്ങളില്ല അതില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് അറബികൾക്ക് താല്പര്യമില്ല. മാത്രമല്ല ലീഡിങ് അറേബ്യൻ കൺട്രീസ് ഉണ്ടല്ലോ, സൗദി അറേബ്യ, UAE ഒക്കെ, അവർക്കൊക്കെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കഴിവും മനസ്സിലായിട്ടുണ്ട്. അവരിത്രയും ശക്തിയുള്ളവരാണ്, അതേപോലെ ബുദ്ധിയുള്ളവരാണ്. ലോകത്തിലാകെ കൊടുത്തിരിക്കുന്ന നൊബേൽ പ്രൈസസിൻ്റെ 20% നേടിയിട്ടുള്ള ഒരു രാജ്യമാണ്. അവരുടെ അടുത്ത് ഈ വേഷം കെട്ടിന് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന പലസ്തീൻകാർ ഒരു കാലത്ത് ഈ ജോർദാനിലും ഈജിപ്തിലൊക്കെ ചെന്ന് കയറുകയും അവിടെ നാശം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ ഇപ്പോൾ എതിർക്കുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു മോശം പ്രകടനം കൊണ്ടാണ് ഇവരൊക്കെ ഈ രാജ്യങ്ങളൊക്കെ കൈവിട്ടത്. ഒപ്പം തന്നെ ഈ അറബ് രാജ്യങ്ങൾ ഇനി ഞങ്ങൾക്ക് ഈ യുദ്ധത്തിലൊന്നും താല്പര്യമില്ല, നിങ്ങൾ ഈ കാണിക്കുന്ന തീവ്രവാദ പ്രവർത്തനമാണ്, നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല നിലപാട് സ്വീകരിക്കും. അതായത് ഈ ഈജിപ്തിൽ ഇപ്പോൾ മിലിറ്ററി ഗവൺമെൻറ് ആണല്ലോ, മിലിറ്ററി ഡിസിപ്ലിനിലാണ് അവിടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞാൽ സംഗതി മാറും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.